ഹായ് ഗായ്സ്, വെൽക്കം ടു ആൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗാണ്. ഇത് കുറേ മുന്നേ പോയൊരു ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം കഴിഞ്ഞ മെയിലായിരുന്നു. ആ സമയത്ത് എന്തോ ന്യൂനമർദ്ദം ഉള്ളത് കൊണ്ട് തന്നെ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 11:30 ആയി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് മാത്രമല്ല, പാലക്കാട് എത്തി അവിടെയും നല്ല മഴയായിരുന്നു. ഞാനും നിഖിലേട്ടൻ്റെ ഫ്രണ്ട് അർജുവും പിന്നെ വൈഫും ആളും കൂടിയാണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം നല്ല മഴയാണ്. അങ്ങനെ ഞങ്ങൾ കേരള തമിഴ്നാട് ആ ഒരു ബോർഡറിലൊക്കെ കടന്നതിന് ശേഷം മഴയൊക്കെ പോയി. തമിഴ്നാട്ടിലേക്ക് അങ്ങനെ മഴയൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഒരു ചായ കുടിക്കാനൊക്കെ ഒന്ന് വണ്ടി സൈഡാക്കി. അങ്ങനെ ഞങ്ങൾ ചായയും തേങ്ങ ബണ്ണൊക്കെ കഴിച്ചു. ഒരു 5:30 ആയ സമയത്ത് ഞങ്ങൾ ഈ ഒരു കാറ്റാടിപ്പാടങ്ങളുള്ള ഈ ഒരു റോഡിലേക്ക് കടന്നുണ്ട്. അപ്പം രാവിലെ തന്നെയുള്ള ഇതിലൂടെ ഇങ്ങനെ പോകുമ്പം ഒരു വേറെ ലെവൽ ഒരു വൈബ് തന്നെയായിരുന്നു. നമ്മളിപ്പം ആനമലൈ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കടക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഫോറസ്റ്റിലൂടെയൊക്കെയുള്ള യാത്ര വേറൊരു വൈബാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മാനും മയിലും കാട്ടുപന്നിയും അങ്ങനത്തെ അനിമൽസിനൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ എൻ്റർ ആയിട്ടുണ്ട്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് തമിഴ്നാട്ടിലേക്ക് എൻ്ററായി. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും കേരളത്തിലേക്ക് തന്നെ എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. ചിന്നാറുള്ളത് കേരളത്തിൻ്റെ ഒരു ഭാഗത്തിലൂടെയാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. കാടും മലയും തണുപ്പൊക്കെ ആയാലും ഒരു സെറ്റായിരുന്നു. അപ്പം ഏകദേശം 8 മണിയൊക്കെ ആയാലും ഞങ്ങൾ മറയൂർ ചെക്ക് പോസ്റ്റ് കടന്നുണ്ട്. ഇത് കരിമുട്ടിപ്പാലത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എൻ്റർ ആവുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഒന്ന് നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ മെയ്ഫ്ലവർ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ജസ്റ്റ് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. വടൈ സാമ്പാറായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഒരു റിസോർട്ടിലേക്ക് എത്തി. ഈ ഒരു ഗേറ്റ് കണ്ടോ, ഇവിടെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഗേറ്റൊക്കെ ആന തകർത്തിട്ട് അവർ ജസ്റ്റ് ഇങ്ങനെയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചതാണ്. ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. കാരണം തേയിലത്തോട്ടത്തിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗാർഡനിങ് ഒക്കെ ഇവർ നന്നായിട്ട് തന്നെ ഫ്ലവേഴ്സ് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെട്ടമൂന്നാറിലെ ഗ്രീൻ പാർക്ക് റിസോർട്ടാണിത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്ലേസും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടും അതിനൊത്തിട്ടുള്ളൊരു വെതറും കൂടിയായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അത് നന്നായിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇവിടുത്തെ റൂംസൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. കുഴപ്പമില്ലായിരുന്നു, നല്ല റൂമായിരുന്നു. ചെടികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ട പല കാര്യങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്യാണ്. ഇവിടുത്തെ വെതർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂടി കെട്ടി അവസാനം മഴ ചാറാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് നാളെ കാന്തല്ലൂർ മറയൂർ ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ മഴയൊക്കെ പെയ്തേരം ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും ഒന്ന് പുറത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്, അവിടേക്കാണ് പോയത്. വെള്ളം കുറവായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് എത്താനുള്ള റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. കാരണം ചെറിയ റോഡാണ്. അധികം ആളുകളും ജീപ്പ് വഴിയാണ് ഈ ഒരു ഫോൾ കാണാനെത്തുന്നത്. ഇപ്പോഴൊക്കെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടമൊക്കെ കടന്നതിന് ശേഷം ഞങ്ങൾ താഴെ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇന്നലെ ആരും ഉറങ്ങാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വേറെ എവിടെയും കറങ്ങൊന്നും വേണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ച് നേരെ റൂമിലേക്ക് തന്നെ പോയി. രാത്രിത്തെ ഫുഡ് ഞങ്ങൾ പുറമേ നിന്നായിരുന്നു കഴിച്ചത്. ഞങ്ങൾ നിന്ന് അവിടെ സ്റ്റേൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ ചിക്കൻ റൈസും ചിക്കൻ നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഞങ്ങൾ ചിക്കൻ സൂപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ പിന്നെ വാങ്ങി ചിക്കൻ റൈസും നൂഡിൽസും കൊത്തു പൊറാട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറ്റിയ അബദ്ധമായിരുന്നു, ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. രാത്രി പിന്നെ നമ്മുടെ റിസോർട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല കളറായി ഉണ്ടായിരുന്നു. ബാക്കി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം. ബായ്.